യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ലോഗോസ് ബൈബിൾ ക്വിസിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഹെസദ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഓപ്ഷൻ സഹിതമുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മളെ പലപ്പോഴും കൺഫ്യൂഷനാക്കുന്ന ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളിന്ന് കാണുകയാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ ചോദ്യം വന്ന് 4 ഓപ്ഷൻ ഉണ്ടാകും. ഉത്തരം വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. 101 ചോദ്യങ്ങളുണ്ട്. എന്നിട്ട് അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചുവെന്ന് നിങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമാകുന്നത്? എ. ഭോഷൻ്റെ, ബി. ഗർഭിണിയുടെ, സി. ദൈവഭയമില്ലാത്തവൻ്റെ, ഡി. അവിവേകിയുടെ. ഉത്തരം ഡി. അവിവേകിയുടെ. സ്വപ്നങ്ങൾ ചിറക് നൽകുന്നത് ആർക്കാണ്? എ. വിദ്യാസമ്പന്നന്, ബി. അവിവേകിക്ക്, സി. ഭോഷന്മാർക്ക്, ഡി. ദൈവഭക്തന്. ഉത്തരം സി. ഭോഷന്മാർക്ക്. നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയും ആയത് ആരാണ്? എ. അനുഭവജ്ഞാനമില്ലാത്തവൻ, ബി. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ, സി. യാത്ര ചെയ്തിട്ടുള്ളവൻ, ഡി. ഭോഷന്മാർ. ഉത്തരം ബി. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ. ശകുനം, നിമിത്തം, സ്വപ്നം ആരുടെ ഭാവന പോലെ എന്നാണ് പറയുന്നത്? എ. ഗർഭിണിയുടെ, ബി. ഭോഷൻ്റെ, സി. നിയമനിഷേധകൻ്റെ, ഡി. അനുഭവജ്ഞാനമില്ലാത്തവൻ്റെ. ഉത്തരം എ. ഗർഭിണിയുടെ. യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് എന്ത്? എ. അവിവേകിയുടെ പ്രതീക്ഷകൾ, ബി. ഭോഷന്മാരുടെ സ്വപ്നങ്ങൾ, സി. സ്വപ്നങ്ങളിലുള്ള ആശ്രയം, ഡി. സ്വപ്നത്തിലെ ദർശനം. ഉത്തരം ഡി. സ്വപ്നത്തിലെ ദർശനം. അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് എന്ത്? എ. പ്രതീക്ഷകൾ, ബി. സ്വപ്നങ്ങൾ, സി. ദർശനങ്ങൾ, ഡി. നിമിത്തങ്ങൾ. ഉത്തരം ബി. സ്വപ്നങ്ങൾ. എന്തിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. ബുദ്ധിയിൽ, ബി. ദർശനത്തിൽ, സി. പ്രതീക്ഷകളിൽ, ഡി. സ്വപ്നങ്ങളിൽ. ഉത്തരം ഡി. സ്വപ്നങ്ങളിൽ. വിജ്ഞാനത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത് എവിടെയാണ്? എ. കർത്താവിനെ ഭയപ്പെടുന്നവരിൽ, ബി. വിദ്യാസമ്പന്നനെ അറിവിൽ, സി. സത്യസന്ധമായ ചുണ്ടുകളിൽ, ഡി. ദൈവഭക്തൻ്റെ ജീവനിൽ. ഉത്തരം സി. സത്യസന്ധമായ ചുണ്ടുകളിൽ. വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ്? എ. അനുഭവസമ്പന്നൻ, ബി. ദൈവഭക്തൻ, സി. കർത്താവിനെ ഭയപ്പെടുന്നവൻ, ഡി. ജ്ഞാനമുള്ളവൻ. ഉത്തരം എ. അനുഭവസമ്പന്നൻ. അറിവ് കുറയുന്നത് ആർക്കാണ്? എ. നിയമനിഷേധകന്, ബി. ദുഷ്ടനിൽ നിന്ന് ഒഴിയാത്തവന്, സി. അനുഭവജ്ഞാനമില്ലാത്തവന്, ഡി. ഭീരുത്വം പ്രകടിപ്പിക്കുന്നവന്. ഉത്തരം സി. അനുഭവജ്ഞാനമില്ലാത്തവന്. കഴിവുറ്റവനാകുന്നത് ആരാണ്? എ. യാത്ര ചെയ്തിട്ടുള്ളവൻ, ബി. ഭിക്ഷ കൊടുക്കുന്നവൻ, സി. നിയമം പാലിക്കുന്നവൻ, ഡി. പാപങ്ങളെ പ്രതി ഉപവസിക്കുന്നവൻ. ഉത്തരം എ. യാത്ര ചെയ്തിട്ടുള്ളവൻ. ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത്? എ. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ, ബി. ദൈവഭക്തൻ്റെ, സി. നീതിമാൻ്റെ, ഡി. കർത്താവിനെ സ്നേഹിക്കുന്നവൻ്റെ. ഉത്തരം
ബി ദൈവഭക്തൻ്റെ. അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ്. ആരുടേതാണ്? എ നീതിമാൻ്റെ, ബി കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നവൻ്റെ, സി ദൈവഭക്തൻ്റെ, ഡി ഭിക്ഷ കൊടുക്കുന്നവൻ്റെ. ഉത്തരം സി ദൈവഭക്തൻ്റെ. ദൈവഭക്തൻ്റെ ആത്മാവ് എങ്ങനെയുള്ളതാണ്? എ സംരക്ഷണമുള്ളതാണ്, ബി പ്രത്യാശ നിറഞ്ഞതാണ്, സി കർത്താവിന് പ്രീതികരമാണ്, ഡി അനുഗ്രഹീതമാണ്. ഉത്തരം ഡി അനുഗ്രഹീതമാണ്. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്യുന്നു? എ വിസ്മരിക്കുകയില്ല, ബി കടാക്ഷിക്കുന്നു, സി രക്ഷിക്കുന്നു, ഡി സംരക്ഷിക്കുന്നു. ഉത്തരം ബി കടാക്ഷിക്കുന്നു. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? എ ദൈവഭക്തിയില്ലാത്തവൻ്റെ, ബി നിയമനിഷേധകൻ്റെ, സി പാപപങ്കിലമായവൻ്റെ, ഡി ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുക്കുന്നവൻ്റെ. ഉത്തരം ബി നിയമനിഷേധകൻ്റെ. ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ എന്താണ്? എ ആരോഗ്യം, ബി കൂലി, സി ആഹാരം, ഡി ഉപജീവനമാർഗം. ഉത്തരം സി ആഹാരം. അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നവൻ അവനെ എന്ത് ചെയ്യുന്നു? എ രക്തം ചൊരിയുന്നു, ബി കൊല്ലുന്നു, സി നശിപ്പിക്കുന്നു, ഡി കണ്ണീർ വീഴ്ത്തുന്നു. ഉത്തരം കൊല്ലുന്നു. നിരവധി ബലി അർപ്പിക്കുന്നതിന് തുല്യമായത് എന്ത്? എ നിയമം പാലിക്കുന്നത്, ബി ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത്, സി ആദ്യഫലം സമർപ്പിക്കുന്നത്, ഡി കൽപ്പനകൾ അനുസരിക്കുന്നത്. ഉത്തരം എ നിയമം പാലിക്കുന്നത്. കൽപ്പനകൾ അനുസരിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? എ ധാന്യബലി, ബി കൃതജ്ഞതാബലി, സി പാപപരിഹാര ബലി, ഡി സമാധാന ബലി. ഉത്തരം ഡി സമാധാന ബലി. ധാന്യബലിക്ക് തുല്യമായത് എന്ത്? എ അനീതി വർജിക്കുന്നത്, ബി ഭിക്ഷ കൊടുക്കുന്നത്, സി കൽപ്പനകൾ പാലിക്കുന്നത്, ഡി കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത്. ഉത്തരം ഡി കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത്. ഭിക്ഷ കൊടുക്കുന്നവൻ ഏത് ബലി അർപ്പിക്കുന്നു? എ പാപപരിഹാര ബലി അർപ്പിക്കുന്നു, ബി കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു, സി ധാന്യബലി അർപ്പിക്കുന്നു, ഡി സമാധാന ബലി അർപ്പിക്കുന്നു. ഉത്തരം ബി കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. അനീതി വർജിക്കുക ഏത് ബലിയാണ്? എ പരിഹാര ബലി, ബി പാപപരിഹാര ബലി, സി ധാന്യബലി, ഡി കൃതജ്ഞതാ ബലി. ഉത്തരം ബി പാപപരിഹാര ബലി. ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് എന്ത്? എ നീതിമാൻ്റെ ബലി, ബി കാഴ്ച സമർപ്പിക്കുന്നത്, സി കർത്താവിന് കൈക്കൂലി കൊടുക്കാതിരിക്കുന്നത്, ഡി പാപപരിഹാര ബലി. ഉത്തരം എ നീതിമാൻ്റെ ബലി. ദശാംശം കൊടുക്കേണ്ടത് എങ്ങനെ? എ മുഖം പാടാതെ, ബി ആഹ്ലാദത്തോടെ, സി സന്തോഷത്തോടെ, ഡി തുറന്ന മനസ്സോടെ. ഉത്തരം സി സന്തോഷത്തോടെ. കർത്താവ് പ്രതിഫലം എത്ര ഇരട്ടിയായി നൽകും? എ 3 ഇരട്ടിയായി, ബി 5 ഇരട്ടിയായി, സി 10 ഇരട്ടിയായി, ഡി 7 ഇരട്ടിയായി. ഉത്തരം ഡി 7 ഇരട്ടിയായി.
ഏത് ബലിയിൽ ആശ്രയിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. തിന്മയ്ക്ക് വിധേയമായുള്ള ബലിയിൽ. ബി. ലുപ്ത് കാട്ടിയുള്ള ബലിയിൽ. സി. അനീതിപൂർവകമായ ബലിയിൽ. ഡി. സന്തോഷമില്ലാതെയുള്ള ബലിയിൽ. ഉത്തരം സി. അനീതിപൂർവകമായ ബലിയിൽ. കർത്താവ് പക്ഷപാതമില്ലാത്ത ആരാണ്? എ. രാജാവാണ്. ബി. ദൈവമാണ്. സി. നിയമപാലകനാണ്. ഡി. ന്യായാധിപനാണ്. ഉത്തരം ഡി. ന്യായാധിപനാണ്. മേഘങ്ങളോളം എത്തുന്നത് ആരുടെ പ്രാർത്ഥനയാണ്? എ. വിനീതൻ്റെ. ബി. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ. സി. നിഷ്കളങ്കമായി പെരുമാറുന്നവൻ്റെ. ഡി. അനാഥൻ്റെയും വിധവയുടെയും. ഉത്തരം ബി. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ. മേഘങ്ങളോളം തുളച്ചു കയറുന്ന പ്രാർത്ഥന ആരുടേതാണ്? എ. അനാഥൻ്റെ. ബി. വിധവയുടെ. സി. വിനീതൻ്റെ. ഡി. നീതിമാൻ്റെ. ഉത്തരം സി. വിനീതൻ്റെ. കർത്താവ് ആരുടെ അരക്കെട്ടാണ് തകർക്കുന്നത്? എ. ദുഷ്ടൻ്റെ. ബി. ധിക്കാരിയുടെ. സി. തിന്മ ചെയ്യുന്നവൻ്റെ. ഡി. നിർദ്ധയൻ്റെ. ഉത്തരം ഡി. നിർദ്ധയൻ്റെ. ആരുടെ ചെങ്കോലാണ് തകർത്ത് കളയുന്നത്? എ. ധിക്കാരികളുടെ. ബി. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. സി. വിധവയുടെ വിലാപത്തിന് കാരണമായവൻ്റെ. ഡി. നിർദ്ധയൻ്റെ. ഉത്തരം ബി. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാർ പോലെ കഷ്ടതയിൽ എന്താണ് ആശ്വാസപ്രദമായത്? എ. കർത്താവിൻ്റെ സ്നേഹം. ബി. കർത്താവിൻ്റെ പ്രവൃത്തി. സി. കർത്താവിൻ്റെ കരുണ. ഡി. കർത്താവിൻ്റെ പ്രീതി. ഉത്തരം സി. കർത്താവിൻ്റെ കരുണ. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ സന്ദർശിക്കുന്നതാര്? എ. അത്യുന്നതൻ. ബി. കർത്താവ്. സി. നീതിമാൻ. ഡി. ദൈവം. ഉത്തരം എ. അത്യുന്നതൻ. കർത്താവ് അവഗണിക്കാത്തത് എന്ത്? എ. വിധവയുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീർ. ബി. വിനീതൻ്റെ പ്രാർത്ഥന. സി. അനാഥൻ്റെ പ്രാർത്ഥനയും വിധവയുടെ പരാതികളും. ഡി. അനാഥൻ്റെ പ്രാർത്ഥനകളും വിധവയുടെ കണ്ണുനീരും. ഉത്തരം സി. അനാഥൻ്റെ പ്രാർത്ഥനയും വിധവയുടെ പരാതികളും. അങ്ങയുടെ കരബലം എങ്ങനെ പ്രകടമാക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. ശത്രുവിനെ നിശേഷം നശിപ്പിച്ചുകൊണ്ട്. ബി. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ചുകൊണ്ട്. സി. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ട്. ഡി. യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്. ഉത്തരം സി. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ട്. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് നശിപ്പിക്കേണ്ടത് ആരെയാണ്? എ. ശത്രു രാജാക്കന്മാരെ. ബി. ശത്രുവിനെ. സി. അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവരെ. ഡി. ആദ്യജാതരെ. ഉത്തരം ബി. ശത്രുവിനെ. ആദ്യജാതരെ പോലെ ദൈവം പരിഗണിച്ചത് ആരെയാണ്? എ. ജെറൂസലമിനെ. ബി. യാക്കോബിൻ്റെ ഗോത്രത്തെ. സി. അവിടുത്തെ ജനത്തെ. ഡി. ഇസ്രായേലിനെ. ഉത്തരം ഡി. ഇസ്രായേലിനെ. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരമെന്ന് പറയപ്പെടുന്ന നഗരമേത്? എ. ഇസ്രായേൽ. ബി. ജെറുസലേം. സി. യൂദ. ഡി. സിയോൻ. ഉത്തരം ബി. ജെറുസലേം.
അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്ത് നൽകണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. മഹത്വം, ബി. അവകാശം, സി. പ്രതിഫലം, ഡി. കരുണ. ഉത്തരം സി. പ്രതിഫലം. നാവുകൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ വ്യാജവാക്ക് തിരിച്ചറിയുന്നത് എന്ത്? എ. കുടിലബുദ്ധി, ബി. സൂക്ഷ്മബുദ്ധി, സി. ദുഷിച്ച ഭാവന, ഡി. സ്ത്രീയുടെ സൗന്ദര്യം. ഉത്തരം ബി. സൂക്ഷ്മബുദ്ധി. കുടിലബുദ്ധി വിതയ്ക്കുന്ന ദുഃഖത്തിന് ആരാണ് പകരം വീട്ടുന്നത്? എ. സൂക്ഷ്മബുദ്ധി, ബി. ഉപദേശകൻ, സി. അങ്ങയുടെ ദാസൻ, ഡി. അനുഭവസമ്പന്നൻ. ഉത്തരം ഡി. അനുഭവസമ്പന്നൻ. വേലിയില്ലാത്ത വസ്തുവിന് എന്ത് സംഭവിക്കുന്നു? എ. വഞ്ചിക്കപ്പെടും, ബി. കൊള്ള ചെയ്യപ്പെടും, സി. അവഗണിക്കപ്പെടും, ഡി. ചതിക്കപ്പെടും. ഉത്തരം ബി. കൊള്ള ചെയ്യപ്പെടും. മരണതുല്യമായ ദുഃഖം എന്ത്? എ. സ്നേഹിതർ ആപത്ത് വരുമ്പോൾ എതിരായി മാറുന്നത്, ബി. സ്നേഹിതർ ശത്രുവായി മാറുന്നത്, സി. സ്നേഹിതർ ചതിക്കുന്നത്, ഡി. ഉദരപൂരണത്തിനായി മാത്രം സ്നേഹിതർ സഹായിക്കുന്നത്. ഉത്തരം ബി. സ്നേഹിതർ ശത്രുവായി മാറുന്നത്. ഐശ്വര്യകാലത്ത് ആരെ മറക്കരുതെന്നാണ് പറയുന്നത്? എ. ഉപദേശകനെ, ബി. സ്നേഹിതനെ, സി. സഹോദരരെ, ഡി. സഹായിക്കുന്നവരെ. ഉത്തരം ബി. സ്നേഹിതരെ. ആരെ സൂക്ഷിച്ചു കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്? എ. സ്വാർത്ഥലാഭത്തിനു വേണ്ടി വരുന്ന സ്നേഹിതനെ, ബി. നിന്നെ സംശയിക്കുന്നവരെ, സി. ബുദ്ധിശൂന്യരെ, ഡി. ഉപദേശകനെ. ഉത്തരം ഡി. ഉപദേശകനെ. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. സ്വാർത്ഥലാഭമായിരിക്കാം അവൻ്റെ ഉന്നം. ആരുടേതാണ്? എ. അസൂയാലുവിൻ്റെ, ബി. അലസൻ്റെ, സി. ഉപദേശകൻ്റെ, ഡി. വിദ്വേഷിയുടെ. ഉത്തരം സി. ഉപദേശകൻ്റെ. ആരോട് ഉപദേശം ചോദിക്കരുത് എന്നാണ് പറയുന്നത്? എ. അലസനോട്, ബി. നിന്നെ സംശയിക്കുന്നവനോട്, സി. ഭീരുവിനോട്, ഡി. മടിയനായ ദാസനോട്. ഉത്തരം ബി. നിന്നെ സംശയിക്കുന്നവനോട്. മടിയനായ ദാസനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറയുന്നത്? എ. ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി, ബി. വിൽപ്പനയെപ്പറ്റി, സി. ഉദ്യമത്തെപ്പറ്റി, ഡി. അധ്വാനത്തെപ്പറ്റി. ഉത്തരം സി. ഉദ്യമത്തെപ്പറ്റി. ഗോപുരമുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ആരാണ്? എ. ദൈവഭക്തൻ, ബി. അത്യുന്നതൻ, സി. ഉപദേശകൻ, ഡി. സ്വന്തം ഹൃദയം. ഉത്തരം ഡി. സ്വന്തം ഹൃദയം. യേശു ആരെ വിളിച്ചാണ് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തത്? എ. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും, ബി. യാക്കോബിനെയും യോഹന്നാനെയും, സി. 72 പേരെ, ഡി. 12 പേരെ. ഉത്തരം ഡി. 12 പേരെ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് എന്തു ചെയ്തു? എ. സുവിശേഷം പ്രസംഗിച്ചു, ബി. സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും ഏവരെയും പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയും ചെയ്തു, സി. സുവിശേഷം പ്രസംഗിക്കുകയും സകല പിശാചുക്കളെയും പുറത്താക്കുകയും ചെയ്തു, ഡി. സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ഉത്തരം
ഡി സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. സംഭവിച്ചതെല്ലാം കേട്ട് ആരാണ് പരിഭ്രാന്തനായത്? എ ചില ഫരിസേയർ, ബി ചില നിയമജ്ഞർ, സി ഹെറോദസ്, ഡി ചില ഫരിസേയരും നിയമജ്ഞരും. ഉത്തരം സി ഹെറോദസ്. യോഹന്നാനെ ശിരച്ഛേദം ചെയ്തത് ആരെന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്? എ സേവകരിൽ ഒരാൾ, ബി സേവകർ, സി ഒരു സേവകൻ, ഡി ഹെറോദേസ്. ഉത്തരം ഡി ഹെറോദേസ്. അപ്പോസ്തലന്മാർ മടങ്ങിവന്ന് തങ്ങൾ ചെയ്തതെല്ലാം അറിയിച്ചപ്പോൾ യേശു അവരെ ഏതു പട്ടണത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത്? എ ബേത്സൈദ, ബി ബെഥാനിയ, സി ജെറുസലേം, ഡി ഗലീലി. ഉത്തരം എ ബേത്സൈദ. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. യേശു ഇത് പറഞ്ഞത് ആരോടാണ്? എ പത്രോസിനോട്, ബി 12 പേരോട്, സി യോഹന്നാനോടും യാക്കോബിനോടും, ഡി അന്ത്രയോസിനോട്. ഉത്തരം ബി 12 പേരോട്. അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു എന്നാണ് ലൂക്ക എഴുതിയിരിക്കുന്നത്? എ ഏകദേശം 3000, ബി 3000, സി ഏകദേശം 5000, ഡി 5000. ഉത്തരം സി ഏകദേശം 5000. യേശു ശിഷ്യന്മാരോട് എത്ര വീതം പന്തികളായി ജനങ്ങളെ ഇരുത്താനാണ് പറഞ്ഞത്? എ 9 വീതം, ബി 10 വീതം, സി 40 വീതം, ഡി 50 വീതം. ഉത്തരം ഡി 50 വീതം. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ ബാക്കി വന്ന കഷണങ്ങൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? എ 9 കുട്ട, ബി 10 കുട്ട, സി 11 കുട്ട, ഡി 12 കുട്ട. ഉത്തരം ഡി 12 കുട്ട. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പത്രോസ് നൽകിയ ഉത്തരമെന്ത്? എ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്, നീ ക്രിസ്തുവാണ്, നീ സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തുവാണ്. ഉത്തരം ബി നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന ശീർഷകത്തിന് ശേഷം വരുന്ന ശീർഷകം എന്ത്? എ യേശു രൂപാന്തരപ്പെടുന്നു, ബി പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു, സി പീഡാനുഭവവും ഉദ്ധാനവും 1-ാം പ്രവചനം, ഡി പീഡാനുഭവത്തെക്കുറിച്ച് 2-ാം പ്രവചനം. ഉത്തരം സി പീഡാനുഭവവും ഉദ്ധാനവും 1-ാം പ്രവചനം. മനുഷ്യപുത്രൻ ആരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ, ബി ജനപ്രമാണികൾ, പുരോഹിതന്മാർ, നിയമജ്ഞർ, സി ജനപ്രമാണികൾ, പുരോഹിതന്മാർ, ഫരിസേയർ, ഡി ജനപ്രമാണികൾ, പുരോഹിത പ്രമാണികൾ, നിയമജ്ഞർ. ഉത്തരം എ ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരോടാണ് യേശു പറഞ്ഞത്? എ ശിഷ്യന്മാരോട്, ബി തന്നെ പിന്തുടരുന്നവരോട്, സി എല്ലാവരോടുമായി, ഡി ജനങ്ങളോടായി. ഉത്തരം സി എല്ലാവരോടുമായി. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം?
വചനഭാഗം ഏതാണ്? എ. ലൂക്ക 9:21, ബി. ലൂക്ക 9:22, സി. ലൂക്ക 9:24, ഡി. ലൂക്ക 9:25. ഉത്തരം ഡി. ലൂക്ക 9:25. യേശുവിൻ്റെ രൂപാന്തരീകരണത്തിന് ശേഷം മേഘത്തിൽ നിന്ന് കേട്ട സ്വരം ലൂക്കാ സുവിശേഷത്തിൽ എങ്ങനെയാണ്? എ. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ബി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഡി. ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഉത്തരം എ. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. രൂപാന്തരീകരണത്തിന് ശേഷം പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആരാണ് യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്? എ. മറ്റു ശിഷ്യന്മാർ, ബി. വലിയ ഒരു ജനക്കൂട്ടം, സി. പിശാച് ബാധിച്ച ബാലൻ്റെ പിതാവ്, ഡി. പിശാച് ബാധിച്ച ബാലൻ. ഉത്തരം ബി. വലിയ ഒരു ജനക്കൂട്ടം. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പിശാച് ബാധിച്ച ബാലനെ പിശാച് എങ്ങനെയാണ് പീഡിപ്പിച്ചത്? എ. അവനെ ഞെരുക്കി, ബി. അവനെ പരിക്കേൽപ്പിച്ച്, സി. അവനെ നിലത്ത് വീഴ്ത്തി, ഡി. നുരയും പതയും പുറപ്പെടുവിച്ച്. ഉത്തരം സി. അവനെ നിലത്ത് വീഴ്ത്തി. ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടത് എപ്പോൾ? എ. യേശു രൂപാന്തരപ്പെട്ടപ്പോൾ, ബി. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2-ാം പ്രവചനം കേട്ടപ്പോൾ, സി. പീഡാനുഭവവും ഉദ്ധാനവും 1-ാം പ്രവചനം കേട്ടപ്പോൾ, ഡി. പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയപ്പോൾ. ഉത്തരം ഡി. പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയപ്പോൾ. അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ യേശു ശിഷ്യരോട് പറഞ്ഞതെന്ത്? എ. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ, ബി. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്, സി. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ, ഡി. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. ഉത്തരം സി. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. തങ്ങളിൽ വലിയവൻ ആരാണെന്ന് തർക്കിച്ചപ്പോൾ അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ചെയ്തത് എന്ത്? എ. ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി, ബി. ഒരു ശിശുവിനെ അരികിലേക്ക് വിളിച്ചു നിർത്തി, സി. ഒരു ശിശുവിനെ ചൂണ്ടിക്കാട്ടി, ഡി. ഒരു ശിശുവിനെ പോലെ ആകാൻ പറഞ്ഞു. ഉത്തരം എ. ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി. ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. യേശുവിനോട് ഇത് പറഞ്ഞത് ആരാണ്? എ. പത്രോസ്, ബി. യാക്കോബ്, സി. പീലിപ്പോസ്, ഡി. യോഹന്നാൻ. ഉത്തരം ഡി. യോഹന്നാൻ. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കവേ യേശു എങ്ങോട്ട് പോകാനാണ് ഉറച്ചത്? എ. ബെഥാനിയയിലേക്ക്, ബി. ജെറുസലമിലേക്ക്, സി. ഗലീലയിലേക്ക്, ഡി. കഫർനാമിലേക്ക്. ഉത്തരം ബി. ജെറുസലമിലേക്ക്. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ യേശു അയച്ച ദൂതന്മാർ ഏത് സ്ഥലത്തേക്കാണ് പ്രവേശിച്ചത്? എ. കഫർനാമിൽ, ബി. സമരിയാക്കാരുടെ ഗ്രാമത്തിൽ, സി. ജെറുസലേം പട്ടണത്തിൽ, ഡി. ഗലീലിയ നഗരത്തിൽ. ഉത്തരം ബി. സമരിയാക്കാരുടെ ഗ്രാമത്തിൽ. കർത്താവെ, സ്വർഗത്തു നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഇത് പറഞ്ഞത് ആരാണ്? എ. പത്രോസും അന്ത്രയോസും, ബി. യാക്കോബും യോഹന്നാനും, സി. പത്രോസും യാക്കോബും, ഡി. യോഹന്നാനും പീലിപ്പോസും. ഉത്തരം ബി. യാക്കോബും യോഹന്നാനും.
യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? എ, പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട്. ബി, എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം എന്ന് പറഞ്ഞവനോട്. സി, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട്. ഡി, ശിഷ്യന്മാരോട്. ഉത്തരം ബി, എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം എന്ന് പറഞ്ഞവനോട്. ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ ആദ്യം പോയത് ആരാണ്? എ, ശിമയോൻ. ബി, അദോണി ബസേക്ക്. സി, കാലേബ്. ഡി, യൂദ. ഉത്തരം ഡി, യൂദ. കൈകാലുകളിലെ പെരുവിരലുകൾ മുറിച്ചു കളയപ്പെട്ടത് ആരുടേതാണ്? എ, അനാക്കിൻ്റെ. ബി, അദോണി ബസേക്കിൻ്റെ. സി, ഏഹൂദിൻ്റെ. ഡി, എഗ്ലോൻ്റെ. ഉത്തരം ബി, അദോണി ബസേക്കിൻ്റെ. യൂദായോടുകൂടെ യുദ്ധത്തിന് പോയത് ആരാണ്? എ, കാലേബ്. ബി, ശിമയോൻ. സി, ഒത്നിയേൽ. ഡി, ശങ്കാർ. ഉത്തരം ബി, ശിമയോൻ. ജോഷുവയുടെ മരണം എത്രാമത്തെ വയസ്സിലായിരുന്നു? എ, 109. ബി, 110. സി, 119. ഡി, 120. ഉത്തരം ബി, 110. ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിനിട്ട പേരെന്ത്? എ, ഗിൽഗാൽ. ബി, ലൂസ്. സി, ബോക്കീം. ഡി, ഹോർമ. ഉത്തരം സി, ബോക്കീം. ഹെബ്രോൻ പണ്ട് അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു? എ, ലൂസ്. ബി, ബോക്കീം. സി, കിരിയാത്ത് അർബ. ഡി, കിരിയാത്ത് സേഫർ. ഉത്തരം സി, കിരിയാത്ത് അർബ. കിരിയാത്ത് സേഫറിൻ്റെ പുതിയ പേരെന്ത്? എ, ഗസർ. ബി, ദബീർ. സി, ഹെബ്രോൻ. ഡി, അക്രാബീം. ഉത്തരം ബി, ദബീർ. ഹോർമ എന്ന വാക്കിന് അർത്ഥമെന്ത്? എ, വിലപിക്കുന്നവർ. ബി, ഒറ്റുനോക്കൽ. സി, വിനാശം. ഡി, അടിമവേല. ഉത്തരം സി, വിനാശം. മോശ പറഞ്ഞിരുന്നത് പോലെ കാലേബിന് കൊടുത്ത സ്ഥലം ഏത്? എ, ഹെബ്രോൻ. ബി, ബെതേൽ. സി, സീദോൻ. ഡി, നെഗബ്. ഉത്തരം എ, ഹെബ്രോൻ. കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്നും എങ്ങോട്ടാണ് ചെന്നത്? എ, ബോക്കീമിലേക്ക്. ബി, ഗാഷ് പർവ്വതത്തിന് വടക്കോട്ട്. സി, എഫ്രായിം മലനാട്ടിലേക്ക്. ഡി, ജോർദാൻ അപ്പുറത്തേക്ക്. ഉത്തരം എ, ബോക്കീമിലേക്ക്. കാലേബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രനാര്? എ, ഏഹൂദ്. ബി, എഗ്ലോൻ. സി, ബാറക്. ഡി, ഒത്നിയേൽ. ഉത്തരം ഡി, ഒത്നിയേൽ. ഇസ്രായേൽ ജനം മോവാബ് രാജാവായ എഗ്ലോനെ എത്ര വർഷം സേവിച്ചു? എ, 17. ബി, 18. സി, 20. ഡി, 27. ഉത്തരം ബി, 18. ബെഞ്ചമിൻ ഗോത്രജനായ ഇടത്തു കയ്യൻ ആര്? എ, ഏഹൂദ്. ബി, ഗേര. സി, ഷംഗാർ. ഡി, അനാത്ത്.
ഉത്തരം എ ഏഹൂദ്. അവർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത്? എ എഫ്രായിം മലമ്പ്രദേശത്തേക്ക്, ബി ഹസോറിലേക്ക്, സി സെയിറായിലേക്ക്, ഡി ജോർദാൻ്റെ കടവുകളിലേക്ക്. ഉത്തരം സെയിറായിലേക്ക്. ദെബോറ പ്രവാചകയുടെ ഭർത്താവിൻ്റെ പേരെന്ത്? എ ലെപ്പിദോത്ത്, ബി ബാരക്, സി സിസേറ, ഡി ഹേബർ. ഉത്തരം എ ലെപ്പിദോത്ത്. സിസേറയെ വധിച്ചത് ആരാണ്? എ യാബീൻ, ബി ഹേബർ, സി ജായൽ, ഡി ബാറക്. ഉത്തരം സി ജായൽ. പുറമേ മത്സരം അകമേ ഡാഷ് എന്താണെന്നാണ് പൗലോസ് പറയുന്നത്? എ തീക്ഷ്ണത, ബി ഭയം, സി വിശ്വാസം, ഡി ദുഃഖം. ഉത്തരം ബി ഭയം. എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകിയെന്നാണ് പറയുന്നത്? എ തീത്തോസിൻ്റെ, ബി പൗലോസിൻ്റെ, സി കൊരിന്തോസുകാരുടെ, ഡി സന്മനസ്സുള്ളവരുടെ. ഉത്തരം എ തീത്തോസിൻ്റെ. ദൈവഹൃദപ്രകാരമുള്ള ദുഃഖം എന്ത് ജനിപ്പിക്കുന്നു? എ രക്ഷാകരമായ സന്തോഷം, ബി രക്ഷാകരമായ പശ്ചാത്താപം, സി രക്ഷാകരമായ ആനന്ദം, ഡി രക്ഷാകരമായ ദൈവകൃപ. ഉത്തരം ബി രക്ഷാകരമായ പശ്ചാത്താപം. ലൗകികമായ ദുഃഖം നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? എ നിരാശയിലേക്ക്, ബി വീണ്ടും പാപത്തിലേക്ക്, സി ലൗകികമായ താൽപ്പര്യങ്ങളിലേക്ക്, ഡി മരണത്തിലേക്ക്. ഉത്തരം ഡി മരണത്തിലേക്ക്. സഹോദരരെ, മക്കതോനിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത്? എ യേശുക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ച്, ബി ദൈവകൃപയെക്കുറിച്ച്, സി പൂർണ്ണമായ കൃപയെക്കുറിച്ച്, ഡി പരിപൂർണമായ കൃപയെക്കുറിച്ച്. ഉത്തരം ബി ദൈവകൃപയെക്കുറിച്ച്. എങ്ങനെയുള്ള ദാനം ദൈവം സ്വീകരിക്കുമെന്നാണ് പറയുന്നത്? എ സമൃദ്ധിയിൽ നിന്നുള്ള ദാനം, ബി സന്തോഷത്തോടെയുള്ള ദാനം, സി സമ്പന്നതയിൽ നിന്നുള്ള ദാനം, ഡി കഴിവനുസരിച്ചുള്ള ദാനം. ഉത്തരം ഡി കഴിവനുസരിച്ചുള്ള ദാനം. നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ആർക്കാണ് നന്ദി പറയുന്നത്? എ യേശുക്രിസ്തുവിന്, ബി പൗലോസിന്, സി ദൈവത്തിന്, ഡി കൊരിന്തോസുകാർക്ക്. ഉത്തരം സി ദൈവത്തിന്. നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളത് എന്താണ്? എ നിങ്ങളുടെ ഉത്സാഹം, ബി നിങ്ങളുടെ സന്തോഷം, സി നിങ്ങളുടെ വിശ്വാസം, ഡി നിങ്ങളുടെ തീക്ഷ്ണത. ഉത്തരം ഡി നിങ്ങളുടെ തീക്ഷ്ണത. അവൻ്റെ എന്ത് എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്? എ അവൻ്റെ സന്തോഷം, ബി അവൻ്റെ നീതി, സി അവൻ്റെ തീക്ഷ്ണത, ഡി അവൻ്റെ വിശ്വാസം. ഉത്തരം ബി അവൻ്റെ നീതി. നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന എന്തു നിമിത്തമാണ് അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? എ ദൈവകൃപ നിമിത്തം, ബി വിശ്വാസം നിമിത്തം, സി സത്കൃത്യങ്ങൾ നിമിത്തം, ഡി തീക്ഷ്ണത നിമിത്തം. ഉത്തരം എ ദൈവകൃപ നിമിത്തം. നിങ്ങൾക്ക്
എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പ്രത്യേകം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക. ഗോഡ് ബ്ലെസ് യു.